ഫോൺ ചോർത്തി എന്ന പരാതിയിൽ പി വി അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയയുടെ പരാതിയിൽ എരുമേലി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും അൻവറിന്റെ മൊഴിയെടുത്തു. ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലെത്തിയാണ് അൻവർ മൊഴി നൽകിയത്. ഗോകുൽ രമേശാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, എങ്ങനെയാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയത്? അതിനുശേഷം പി വി അൻവർ പ്രതികരിച്ചിരുന്നോ? കൂടുതൽ വിവരങ്ങൾ. നിലവിൽ 2 കേസുകളുമായി ബന്ധപ്പെട്ടാണ് ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലെത്തി പി വി അൻവർ മൊഴി നൽകിയിരിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് കറുകച്ചാൽ സ്വദേശിയായിട്ടുള്ള തോമസ് പീലിയാനിക്കൽ നൽകിയിട്ടുള്ള കേസായിരുന്നു അൻവറിനെതിരായിട്ട്. അതായത് അന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് അൻവർ നടത്തിയ പരാമർശങ്ങളെ തുടർന്നായിരുന്നു കറുകച്ചാൽ പോലീസിൽ പരാതി നൽകിയിരുന്നത്. അത് സ്വകാര്യ ലംഘനം അല്ലെങ്കിൽ സ്വകാര്യതയുടെ ലംഘനമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ആരോപിച്ചുകൊണ്ടായിരുന്നു അന്ന് തോമസ് പീലിയാനിക്കൽ എന്ന് പറയുന്ന കറുകച്ചാൽ സ്വദേശി അൻവറിനെതിരായിട്ട് പരാതി നൽകിയിരുന്നത്. അദ്ദേഹത്തിന്റെ പരാതിയിൽ കറുകച്ചാൽ പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസിൽ ഇന്ന് പ്രധാനമായിട്ടും വിവരങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിന്റെ മേധാവിയായിട്ടുള്ള ഷാജൻ സ്കറിയ നൽകിയിട്ടുള്ള പരാതിയിലും ഇപ്പോൾ മൊഴിയെടുക്കൽ നടപടി നടന്നിരിക്കുന്നത്. ഷാജൻ സ്കറിയ എരുമേലി പോലീസിലായിരുന്നു പരാതി നൽകിയിരുന്നത്. അതും ഇത്തരത്തിൽ അൻവറിനെതിരായിട്ട് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. 2 കേസുകളിലും കൂടെ ഒരുമിച്ചാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലെത്തി ഇന്ന് വൈകിട്ട് പി വി അൻവർ മൊഴി നൽകിയിരുന്നത്. ഇന്നിപ്പോൾ കോട്ടയം ജില്ലയിൽ അദ്ദേഹം മറ്റു ചില പരിപാടികൾക്കായി വന്ന സാഹചര്യത്തിലാണ് അൻവർ അങ്ങോട്ട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് നേരിട്ട് ഹാജരാകാമെന്നുള്ള വിവരം അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി ഓഫീസിൽ എത്തിക്കൊണ്ടാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഇനി ഈ കേസിന്റെ തുടർ നടപടികൾ ഏതു വിധത്തിലായിരിക്കും പോലീസ് സ്വീകരിക്കുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ശരി ഗോകുൽ, ഫോൺ ചോർത്തി എന്ന കേസിൽ പി വി അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തി ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലെത്തിയാണ് അൻവർ മൊഴി രേഖപ്പെടുത്തിയത്.